വിമർശനം വിഴുപ്പലക്കലായോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, എ കെ ആന്റണി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മറ്റൊരു രൂപത്തിൽ കെ മുരളീധരനും ആവർത്തിച്ചത്. അതിൽ ഇത്രമാത്രം ചൊടിപ്പിക്കപ്പെടാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ? രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ ഈ വിമർശനത്തെ ഏത് തലത്തിലേക്ക് തരം താഴ്ത്തി എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇല്ല, കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള വിഷയങ്ങൾ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അതേസമയം ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ ചുമതല നിർവഹിക്കപ്പെടേണ്ടതുണ്ട് എന്ന ബോധ്യം ഞങ്ങൾക്കുമുണ്ട്. ആ ബോധ്യം പ്രതിപക്ഷം എന്നത് കോൺഗ്രസ് മാത്രമാണ് എന്ന നിലയിലല്ല, കോൺഗ്രസും മുസ്ലിം ലീഗും UDFിലെ മറ്റ് ഘടകകക്ഷികളൊക്കെ ഉൾക്കൊള്ളുന്ന പ്രതിപക്ഷം എന്ന അർത്ഥത്തിലാണ് ഞങ്ങളതിനെ കാണുന്നത്. അതുകൊണ്ടാണ് വരും ദിവസങ്ങളിൽ UDFിൻ്റെ യോഗം ചേരുമ്പോൾ ഈ വിഷയം ഞങ്ങൾ കാര്യഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യുമെന്നും അതുവഴി പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുമെന്നും ഞങ്ങളുടെ നേതാക്കന്മാർ പറയുന്നത്. കോൺഗ്രസിനകത്ത് അവരുടെ നേതാക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ പ്രസ്താവനകളും ഒന്നും അത്തരം ആഭ്യന്തര കാര്യങ്ങളിൽ മുസ്ലിം ലീഗ് പാർട്ടി കക്ഷി ചേരാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് ഞങ്ങളുടേതായൊരു പ്രതികരണം ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ ശ്രീ കുഞ്ഞാലിക്കുട്ടി തന്നെ മുൻകൈ എടുക്കുകയും ഈ നേതാക്കന്മാരുമായി ആശയവിനിമയം നടത്തുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് UDF യോഗം എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഒരു ഐക്യത്തിൻ്റെ അഭാവമല്ല, മറിച്ച് പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഒരു തടസ്സമെന്ന് നിങ്ങൾ തന്നെ മുൻകൈയെടുത്ത് നടത്തുന്ന ശ്രമങ്ങൾ തെളിവല്ലേ? അല്ല, ഞങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ എന്നതിനർത്ഥമില്ല. ഐക്യജനാധിപത്യ മുന്നണിയിലെ ഏത് കക്ഷികളും ആ കക്ഷികൾക്കകത്തുള്ള നേതാക്കളുമൊക്കെ ഒറ്റക്കെട്ടായി പോകേണ്ട വളരെ വലിയ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നമുക്കറിയാം, ദേശീയ തലത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ പല നടപടികളും കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾക്കുമൊക്കെ ഏറെ പ്രയാസകരമാകുന്ന കാര്യങ്ങളാണ്. ചില കാര്യങ്ങളിലൊക്കെ തന്നെ യോജിച്ചുകൊണ്ട് മുന്നേറ്റം നടത്തേണ്ടി വരും. ഇപ്പോൾ കേരളത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന അവരുടെ വർഗീയമായ പല ഇടപെടലുകളും അതുപോലെ തന്നെ കറൻസി പോലെ വിഷയങ്ങൾ പോലുള്ളത്, ഇതിലൊക്കെ തന്നെ കേന്ദ്രത്തിനെതിരെ ശക്തമായി യോജിച്ച് പോരാട്ടം നടത്തേണ്ട ഘട്ടങ്ങൾ വരെ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ വിസ്മരിക്കാൻ കഴിയില്ല. അതേസമയത്ത് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എല്ലാം ശരിയാക്കും എന്നത് ഇപ്പോൾ സത്യത്തിൽ ഒരു കാലങ്കാരിക പദപ്രയോഗമായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ ഭരണത്തിലെ ഓരോ നടപടികളും പലപ്പോഴും ഏറെ വിമർശിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ UAPAയുമായി ബന്ധപ്പെട്ട വിഷയം, ആ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായതിനു ശേഷമാണ് കേരള സർക്കാർ പോലും കണ്ണു തുറന്നത്. പലപ്പോഴും അവരുടെ പോലീസ് വിഭാഗം പോലും ഗവൺമെൻറ്റിൻ്റെ പിടിയിൽ കിട്ടാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ സംജാതമായി. അതുപോലെ തന്നെയാണ് ഈ അടുത്ത കാലത്തായി അവരുടെ മന്ത്രിയായ മണിക്കെതിരായുള്ള ആരോപണത്തിൽ കോടതിയാണ് പറഞ്ഞത്, കോടതി ഒരാളെ കക്ഷി ചേർക്കണം എന്ന് പറഞ്ഞിട്ട് പോലും, പ്രതിയാക്കണം എന്ന് പറഞ്ഞിട്ട് പോലും, പ്രതിപട്ടികയിൽ നീക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഒരു പ്രതികരണവുമില്ല. മുമ്പ് KM മാണിയുടെ കാര്യത്തിൽ കോടതി ഇടപെട്ടു എന്ന് പറഞ്ഞതുപോലെ വലിയ വിവാദങ്ങളും ഈ രംഗത്ത് വലിയ ശബ്ദം ഉയരേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ സത്യത്തിൽ അത്തരം കാര്യങ്ങളിലൊക്കെ വേണ്ട രീതിയിൽ പ്രതികരിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ടോ എന്ന് പ്രതിപക്ഷം വിലയിരുത്തപ്പെടേണ്ടതാണ്. അതുപോലെ റേഷൻ്റെ കാര്യത്തിൽ 16.5 മെട്രിക് ലക്ഷം ടൺ ഇവിടെ അരി നൽകി എന്ന് പറയുന്നത് കേന്ദ്രമാണ്. ആ അരി വിനിയോഗിക്കേണ്ടത് കേരളമാണ്. കേരളം പറയുന്നത് തൊഴിൽ സമരങ്ങൾ മൂലം എത്തിക്കാൻ കഴിയുന്നില്ല എന്നാണ്. പണമില്ലാതെ പ്രയാസപ്പെടുന്ന ജനങ്ങൾ ഒരു ഭാഗത്ത്, അവർക്ക് സ്വന്തമായി അവർക്ക് കിട്ടേണ്ട റേഷനരി കൂടി കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തിയാൽ കേരളത്തിൻ്റെ നില പരിതാപകരമാകും. ഇങ്ങനെ കേരളം വളരെ ഗുരുതരമായ ഒരുപാട് വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ ആ വിഷയങ്ങളിലൊക്കെ തന്നെ കേരള സർക്കാരിൻ്റെ തനിനിറം പുറത്തു കൊണ്ടുവരേണ്ട ബാധ്യത പ്രതിപക്ഷത്തിനുണ്ട്. പ്രതിപക്ഷം ആ ചുമതല ഏറ്റെടുക്കണം. അത് വളരെ കൃത്യമായി ചർച്ച ചെയ്യപ്പെടണം. അതോടൊപ്പം തന്നെ അത് ചർച്ച ചെയ്യപ്പെടണം എന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ കോൺഗ്രസ് ആകട്ടെ അല്ലെങ്കിൽ മറ്റ് കക്ഷികളാകട്ടെ ഏത് കക്ഷികൾക്ക് അകത്തായാലും യോജിച്ചുള്ള ഒരു മുന്നേറ്റത്തിലൂടെ മാത്രമേ ഈ ഐക്യം കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള പരിശ്രമങ്ങളും നടക്കണം. ശ്രീ ജേക്കബ് ജോർജ്, ലീഗ് എത്ര ആലങ്കാരികമായി ഇത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നമാണ്, അത് അവർ തീർക്കട്ടെ എന്ന് പറഞ്ഞാലും പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസ് മാത്രമല്ല പരാജയപ്പെട്ടിരിക്കുന്നത്, ലീഗ് അടക്കമുള്ള കക്ഷികളാണ് എന്നൊക്കെ ന്യായവാദം നിരത്തിയാലും ഇപ്പോൾ കോൺഗ്രസിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന കലാപം അത് ഈ രൂപത്തിൽ അവരുടെ ആഭ്യന്തര പ്രശ്നം എന്ന നിലയിൽ പരിഹരിക്കപ്പെടും എന്ന് കരുതാവുന്നതാണോ? അതൊരിക്കലുമല്ല എന്നുള്ളത് നമ്മളെക്കാൾ വളരെ വ്യക്തമായിട്ട് ലീഗിനും അറിയാം. കാരണം
ലീഗ് UDFിലെ രണ്ടാമത്തെ കക്ഷിയാണ്. ഈ രണ്ടാമത്തെ കക്ഷി വളരെ ശക്തമായിട്ട് ഒക്കെ കൂടി സ്ഥാപിച്ചെടുത്ത ഒരു സ്ഥാപനമാണ് UDF എന്ന് പറയുന്നത്. കരുണാകരനായിരുന്നു ആദ്യത്തെ അതിൻ്റെ ശില്പി. അതിനുശേഷം കരുണാകരൻ്റെ ഒരു കാലഘട്ടത്തിന് ശേഷം ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുത്തു. ഈ രണ്ടിടത്തും ലീഗ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് UDFിലെ. അപ്പോൾ ഇന്ന് കോൺഗ്രസിൻ്റെ അപചയത്തിൽ അത് UDFിനെ ബാധിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സംഘർഷം അനുഭവിക്കുന്ന മുസ്ലിം ലീഗാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, UDFിൻ്റെ എന്താ ഉള്ളത്? കൂടി കോൺഗ്രസുമുണ്ട്, ഈ ലീഗുമുണ്ട്. പിന്നത്തെ കാര്യം പറയാനുണ്ടോ? KM മാണി പ്രധാനപ്പെട്ട കക്ഷിയായിരുന്നു. KM മാണിനകത്തൊക്കെ കക്ഷിയായിരുന്നു UDFിൻ്റെ രൂപീകരണത്തിലും അതിൻ്റെ നടത്തിപ്പിലും അതിൻ്റെ സ്ഥാപനത്തിലും എല്ലാം. പക്ഷേ KM മാണിയും കേരള കോൺഗ്രസും ഇന്നില്ല. KM മാണിയും കേരള കോൺഗ്രസും ഇല്ലാത്ത ശോഷിച്ച ഒരു UDF അത് കൂടി പടർപ്പണക്കത്തിലായി ദുർബലമായിരിക്കുന്നു. അതിന് ഉത്തരവാദിത്തം കോൺഗ്രസിനാണ്. കോൺഗ്രസ്സുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടാനല്ലാതെ കാര്യങ്ങൾ രാഷ്ട്രീയം നടത്താൻ സമയമില്ലാത്ത സ്ഥിതിയായിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ആശങ്ക ഉള്ളത് നേരെ ചിന്തിക്കുന്ന ലീഗിന് തന്നെയാണ്. ശരി, ശ്രീ ഫക്രുദ്ദീൻ അലി, കോൺഗ്രസിൽ ഇപ്പോൾ ഈ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന കലഹങ്ങളുടെ അടിസ്ഥാനം എന്താണ്? കോൺഗ്രസ്സിൽ കുറച്ചു കാലമായിട്ടുള്ള ഒരു അനിശ്ചിതാവസ്ഥയുണ്ട്. കാരണം ഈ രീതിയിലുള്ള ഒരു നിർജീവാവസ്ഥ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് നമ്മുടെ ഈ നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് വരുന്നവരെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത്ര ദയനീയമായ പരാജയം, വോട്ട് ഷെയറിൽ ഇത്ര കുറവ്, ഇതൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരുപക്ഷെ ഭരണസ്ഥിരത അല്ലെ ഭരണ തുടർച്ച തന്നെ അവർ കരുതിയിരുന്നു. എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി. ഒരു അപ്രതീക്ഷിതമായി കിട്ടിയ വലിയൊരു അടിയുടെ ഒരു ആഘാതമുണ്ട്. അതിൻ്റെ പുറത്താണ് ഈ ദേശീയ തലത്തിൽ കോൺഗ്രസ് ദുർബലമാകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം ദേശീയ തലത്തിൽ കോൺഗ്രസ് ദുർബലമാകുമ്പോൾ ഞാനിവിടെ സംസാരിക്കുന്ന സാധാ MLA ഹോസ്റ്റലാണല്ലോ ലോക്കൽ കോൺഗ്രസ്സുകാരുടെ ഒരു കേന്ദ്രം, അല്ലെങ്കിൽ ഇടത്തരം കോൺഗ്രസ് നേതാക്കന്മാരുടെ. അപ്പോൾ നമ്മളവിടെ പോകുമ്പോൾ സംസാരിക്കുമ്പോഴുള്ള ലോക്കൽ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അവർ വളരെ പേടിയോടുകൂടിയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു നിലനിൽപ്പിനെ അവർ കാണുന്നത്. അവർ വിചാരിക്കും ദേശീയ തലത്തിലുള്ള ഈ പ്രശ്നം കേരളത്തെയും ബാധിക്കും, ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങൾ കേരളത്തിൽ എഫക്റ്റ് ചെയ്യാം. പക്ഷേ കേരളത്തിൻ്റെ ഒരു കെമിസ്ട്രി വേറൊന്നാണ്. അപ്പം കേരളത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ 50% ഇവിടെ മൈനോറിറ്റീസ് ഉണ്ട്. അത് തന്നെയാണ് നമ്മുടെ രണ്ടത്താനി കൃത്യമായി പറയുന്നത്. ഈ 50% വരുന്ന മൈനോറിറ്റീസ് BJP RSS എങ്ങനെ തലകുത്തി നിന്നാൽ അവർക്ക് ധൈര്യമില്ല, അവർക്ക് പേടിയാണ് സത്യത്തിൽ ഈ പ്രസ്ഥാനത്തെ. അപ്പോൾ അവരതിനെ സപ്പോർട്ട് ചെയ്യില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ UDF LDF സംവിധാനം വന്നു കഴിഞ്ഞാലാണ് കേരളത്തിൻ്റെ കാലാകാലമായിട്ടുള്ള ഈ പൊളിറ്റിക്കൽ സോഷ്യൽ ഇക്വിലിബ്രിയം, ഈ സന്തുലിതാവസ്ഥ എങ്ങനെ നിലനിർത്താൻ പറ്റുള്ളൂ. രണ്ടാമത് ഹൈന്ദവ സമുദായത്തിലെ നായർ കമ്മ്യൂണിറ്റി, അവരാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട വേറൊരു വോട്ട് ബാങ്ക്. അവരെ സംബന്ധിച്ചിടത്തോളം നായന്മാർ മറ്റ് ഉത്തരേന്ത്യ മറ്റ് സമുദായ സംഘടന വിവരമില്ലാത്ത ആളുകൾ, നല്ല വിവരമുള്ള സിവിൽ സർവീസിനും എവിടെ പോയാലും നായരെ കാണാൻ പറ്റും. ചന്ദ്രനിൽ പോയാലും അവർക്കറിയാം എവിടെയെല്ലാം RSS BJP ക്ലച്ച് പിടിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം അവർ ഈ NSS പോലുള്ള സംഘടനകൾ വീങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവരും BJPനെ ഓപ്റ്റ് ചെയ്യുന്നില്ല. ഈ സാഹചര്യം എല്ലാം തന്നെ ഒന്ന് ആഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാൽ മുരളീധരനെ പോലെ, അതല്ലെങ്കിൽ നമ്മുടെ എനിക്കിഷ്ടമില്ലാത്ത ആളാണെങ്കിൽ സുധാകരനെ പോലെ, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഉണ്ണിത്താൻ ചേട്ടനപ്പോൾ തന്നെ വളരെ ഫൈറ്റർ ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പിന് അണ്ടറിൽ രണ്ടാം നിര അതിശക്തമായ വിഷ്ണുവിനെ പോലെയുള്ള നേതാക്കന്മാരൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം ലീഗിനെയും കൂട്ടി, അതുപോലെ തന്നെ മാണിസാറിനെ തിരിച്ചുകൊണ്ട്, മാണിസാർ നമുക്ക് ഇഷ്ടമുള്ള അഴിമതി കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ പ്രായോഗിക രാഷ്ട്രീയം വേറെ ഒന്നാണ്. എല്ലാം കൂടി കൂട്ടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള ഒരു സാധ്യത കോൺഗ്രസിൻ്റെ മുന്നിലുണ്ട്. എന്നാൽ ഇപ്പോൾ ഇവരുടെ ഒരു മുറയിൽ നഷ്ടപ്പെട്ട വലിയൊരു പ്രശ്നമുണ്ട്. ഈ മുറയിൽ നഷ്ടപ്പെട്ട പ്രശ്നം ഇവരിൽ നിന്ന് തന്നെ ആളുകൾ ഇവരുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഈ ഒരു അനിശ്ചിതാവസ്ഥയിലാണ് ഉമ്മൻചാണ്ടി എന്നുള്ള ഒരു പക്ഷേ എൻ്റെ ഓർമ്മയിൽ, ഞാൻ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന കുടുംബത്തിൽ വരുന്ന ഒരാളാണ്. അന്ന് ലീഡറിനുള്ളേക്കാട്ടും കൂടുതൽ സ്വാധീനമാണ് ഉമ്മൻചാണ്ടിക്ക് കേരളത്തിൽ. അത് ഉണ്ണിത്താൻ ചേട്ടൻ സമ്മതിക്കില്ല, പക്ഷേ അത് യാഥാർത്ഥ്യമാണ്. കാരണം അന്ന് ഈ മൊബൈൽ ഫോണൊന്നുമില്ല ലീഡറിൻ്റെ കാലഘട്ടത്തിൽ. ലീഡറിന് ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ ഇവരെ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച മണ്ഡലം എന്ന് പറയുന്നത്, മണ്ഡലം കമ്മിറ്റിയെ ഒരു നേതാവിനെ അറിയാമായിരിക്കും. ഉമ്മൻചാണ്ടി അതല്ല. മണ്ഡലം കമ്മിറ്റിയെ 3-4 നേതാക്കന്മാരെ നേരിട്ട് കോൾ ചെയ്ത് വിവരങ്ങൾ ആരായാലും കമാൻഡ് ചെയ്യാനുള്ള കഴിവുള്ളതാണ്. പാർട്ടിയുടെ ജനകീയമായ അടിത്തറ, ലീഡർ ജനപ്രിയനായിരിക്കുക, ജനകീയൻ ഉമ്മൻചാണ്ടിയാണ്. അപ്പോൾ ഈ ഉമ്മൻചാണ്ടി ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് പതുക്കെ അദ്ദേഹം മാറി നിന്നേ പറയുന്നത് അങ്ങനെയല്ല, നമുക്കറിയാം. അദ്ദേഹം ചിത്രത്തിൽ പതുക്കെ റിസീഡ് ചെയ്യുന്നൊരവസ്ഥയുണ്ട്. ഈ പുനഃസംഘടന പ്രസിഡന്റുമാരുടെ കാര്യം വരുമ്പോൾ 2 സ്ഥലത്താണ് ഒരു പക്ഷേ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ആളുകൾ വന്നിട്ടുള്ളത്. വിഷ്ണു ഉൾപ്പെടെയുള്ള ആളുകൾ തള്ളിപ്പോയ ഒരവസ്ഥയുണ്ട്. ഇതെല്ലാം തന്നെ സൃഷ്ടിച്ച ഒരു അങ്കലാപ്പുണ്ട്. ഉമ്മൻചാണ്ടി ഒന്നും അല്ലാതായി പോകുന്ന ഒരവസ്ഥ, കോൺഗ്രസ് കേരളത്തിൽ ഒന്നും അല്ലാതായി പോകുന്നുള്ള ഇവരുടെ ഒരടിസ്ഥാനമില്ലാത്ത പേടി, ഇതെല്ലാം കൂടി സൃഷ്ടിച്ച ഒരു കലക്കത്തിൽ നിന്നാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനും ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കുചേരുകയാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഗൗരവത്തോടെ തുടങ്ങിയ ഒരു വിമർശനം അത് വഴിതെറ്റി നിലവാര തകർച്ചയിലേക്ക് പോയി എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ താങ്കൾക്ക്? എനിക്ക് തോന്നുന്നില്ലല്ലോ. ഞാൻ ഇന്നലെ കൊല്ലത്ത് ഒരു വാർത്താ സമ്മേളനം നടത്തി. ആ വാർത്താ സമ്മേളനത്തിൽ കേരളത്തിലെ സകല മാധ്യമങ്ങളും പങ്കെടുത്തു. അതിനകത്ത് ഞാൻ ചില സത്യങ്ങളെന്ന് പറയുമ്പോൾ രസിക്കാത്ത സത്യങ്ങൾ പറഞ്ഞു.
ശ്രീ കെ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ആചാര്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം ഡിസംബർ 23-നാണ്. 14 ജില്ലകളിലും പുതിയ പ്രസിഡന്റുമാർ വന്നിട്ട് അവർ ആദ്യമായി നടത്തുന്ന ഒരു പരിപാടിയാണിത്. ചാർജ് എടുത്തതിന് ശേഷം അവരുടെ ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രാമായിരുന്നു. 14 സ്ഥലത്ത് ഇത് നടന്നു. കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ശ്രീ AK ആന്റണി തിരുവനന്തപുരത്ത് അതിൽ പങ്കെടുത്തു. മണിപ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടു പോയ പ്രതിപക്ഷ നേതാവ് തൃശ്ശൂർ വന്ന് പത്മജ വേണുഗോപാൽ അടക്കമുള്ള സകല കുടുംബാംഗങ്ങളുമൊത്ത് അവിടുത്തെ ശ്രാദ്ധത്തിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, അവിടുത്തെ പരിപാടി കരുണാകരൻ്റെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 14 ജില്ലയിലും ഗംഭീരമായി പരിപാടി നടന്നു. ആ ദിവസം അദ്ദേഹത്തിൻ്റെ ശ്രാദ്ധ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കേണ്ട അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു മകനായ മുരളീധരനെ തൃശ്ശൂരിൽ കണ്ടില്ല. അപ്പോഴാണ് അദ്ദേഹം ശ്രീ പിണറായി വിജയനുമായി ഷാർജയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഷാർജയിലെ പരിപാടി ഏതാ? OICC എന്ന് പറയുന്നൊരു സംഘടന മിഡിൽ ഈസ്റ്റിൽ എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. കോൺഗ്രസ് നേതൃത്വം പണ്ടത് ഒരുപാട് സംഘടനകൾ ഉണ്ടായിരുന്നു. ആ സംഘടനകളെ എല്ലാം കൂടി രമേശ് ചെന്നിത്തല പ്രസിഡൻ്റായിരിക്കുമ്പോൾ യോജിപ്പിച്ച് ഇപ്പോൾ ഒറ്റ OICCയെ മിഡിൽ ഈസ്റ്റിലുള്ളൂ. ആ OICCയിൽ നിന്ന് ഏതാനും ചില ആളുകൾ വിട്ടുപോയി അവരൊരു വിമത സംഘടന ഉണ്ടാക്കി. ആ വിമത സംഘടനയും മാർക്സിസ്റ്റ് പാർട്ടിയും കൂടെ ചേർന്ന് ഷാർജയിലെ ഒരു ഇന്ത്യൻ സ്കൂളിൻ്റെ ഭരണസമിതിയിലേക്ക് മത്സരിക്കുകയും കോൺഗ്രസ് ദയനീയമായി തോൽക്കുകയും മാർക്സിസ്റ്റ് പാർട്ടിയും വിമതന്മാരും അവിടെ ജയിക്കുകയും ചെയ്തു. അവരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ആ പരിപാടി 23-ാം തീയതി, തൻ്റെ അച്ഛൻ മരിച്ചത് 23-ാണെന്നും ശ്രാദ്ധമെന്നാണെന്നും നന്നായിട്ടറിയാം. ആ പരിപാടിയിൽ പങ്കെടുക്കാതെ അവിടെ പോയി. അവരിങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, മുരളീധരൻ ഇവിടെ വരുന്നത് ഞങ്ങൾ ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിക്ക് അപമാനമാണ്, അദ്ദേഹം വരരുതെന്ന് പറയണം. ആര് വിലക്കിയിട്ട് എന്താ കാര്യം? അപ്പം മുൻ KPCCയുടെ പ്രസിഡന്റ്, കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഒരു MLA, കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ നേതാവ്, കോൺഗ്രസിലെ വിമതന്മാരും മാർക്സിസ്റ്റ് പാർട്ടിയുമായി ചേർന്ന് ഇലക്ഷനിൽ മത്സരിച്ച് ഒരു ഭരണം പിടിച്ചെടുത്ത ഒരു ഭരണസമിതിയുടെ ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോയത് രാഷ്ട്രീയ മര്യാദയാണോ? അതാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിന് അനുബന്ധമായി പുള്ളിയുടെ 3-4 രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നിങ്ങൾ ആ ചാനലിൻ്റെ ക്ലിപ്പിംഗ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ശ്രീ മുരളീധരനെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടോ ഇല്ലാഞ്ഞിട്ടോ അല്ല, അവിടെ പറഞ്ഞിട്ടില്ല. മുരളീധരനുണ്ടായ അസഹിഷ്ണുത എന്താ? അദ്ദേഹം 3 പാർട്ടിയുടെ പ്രസിഡൻ്റായി എന്ന് പറഞ്ഞു. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? KPCC പ്രസിഡൻ്റായി, DICയുടെ പ്രസിഡൻ്റായി, NCPയുടെ പ്രസിഡന്റ്. ഉണ്ണിത്താൻ കള്ളം പറഞ്ഞു. കള്ളം പറഞ്ഞെങ്കിൽ പറയണം. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പണ്ട് ശ്രീ ലീഡർ K കരുണാകരൻ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനും മകനുമായി തെറ്റി. അന്ന് കൊള്ളി വെക്കാൻ വേറെ ആളെ നോക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ ക്ലിപ്പിംഗ് എടുത്ത് പരിശോധിക്കുക, പറഞ്ഞ കള്ളമാണോ? അപ്പോൾ അച്ഛനെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ രാഷ്ട്രീയത്തിലെ തൻ്റെ പാർട്ടിക്കകത്തെ ശത്രുക്കൾക്ക് വേണ്ടി ഇല്ലാതാക്കാൻ ശ്രമിച്ചൊരു പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. അത് ഞാൻ പറഞ്ഞു. അത് വ്യക്തിപരമായ ആക്ഷേപമല്ലല്ലോ, അതൊക്കെ രാഷ്ട്രീയമായ യാഥാർത്ഥ്യങ്ങളല്ലേ, സത്യങ്ങളല്ലേ. പക്ഷേ ഇന്ന് എന്നെക്കുറിച്ച് എന്താ പറഞ്ഞത്? കുരയ്ക്കുന്ന പട്ടി, അസാൻമാർഗീയം. ഞാൻ ജീവിതത്തിൽ ഈ 48 വർഷത്തിനിടയ്ക്ക് എനിക്കെതിരെ ഒരേ ഒരു ആരോപണമേ ഉള്ളൂ. സേവാദലിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ജാനുവായി പോയി ആരോപണം ഉന്നയിച്ച മാർക്സിസ്റ്റ് പാർട്ടി, ആ പാർട്ടി എന്നെ സസ്പെൻഡ് ചെയ്തു. അന്വേഷണ കമ്മീഷൻ വെച്ചു. അന്വേഷണ കമ്മീഷൻ എൻ്റെ നിരപരാധിത്വം തെളിയിച്ചിട്ട് എന്നെ തിരിച്ചെടുത്തു. കോടതിയിൽ ആ കേസ് വന്നു. കോടതി ആ കേസ് കാഷ് ചെയ്ത് കളഞ്ഞു. മാത്രമല്ല, എനിക്കെതിരെ ഒരു ആരോപണം വന്നപ്പോൾ നടപടിയെടുത്തു. പാർട്ടി അന്വേഷിച്ചു. 48 പേരുടെ തെളിവെടുത്തു. 48 പേരും രാജ്മോഹൻ ഉണ്ണിത്താൻ അനുകൂലമായി മൊഴി കൊടുത്തു. എൻ്റെ രാഷ്ട്രീയ ചരിത്രം കേരളത്തിൽ പോകുന്ന ഞാൻ ഒരു സിനിമാ നടികളെ കൊണ്ട്, ഞാൻ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ചെയർമാനാണ്. ഞാൻ 21 സിനിമയിൽ അഭിനയിച്ചു. ഞാൻ ഇന്ന് വരെ ഒരു സിനിമാ നടിയെ കൊണ്ട് എടുത്തും പോയിട്ടില്ല. പക്ഷേ സദാചാരത്തിനെതിരെ, രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ആരോപണം ഉന്നയിച്ച ആൾ തൃശ്ശൂർ രാമനിലയത്തിൽ കൊണ്ടുപോയ ചരിത്രമൊക്കെ അങ്ങാടിപ്പാട്ടാണ്. ഞാനതൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞത്, വ്യക്തിപരമായി രാജ്മോഹൻ ഉണ്ണിത്താനെ ആക്ഷേപിച്ചതാരാ? അപ്പോൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടും. ഞാൻ കൊല്ലക്കാരനാ, കൊടുത്തു വാങ്ങിച്ചതാണ്. എന്നെ വ്യക്തിപരമായി ആക്രമിക്കാൻ വന്നാൽ, ആണുങ്ങൾക്ക് പിറന്നവനെങ്കിൽ പ്രാണത്തേക്കാൾ മാനം വലുത്. ഞാൻ കരുണാകരൻ്റെ മാനല്ല, ഞാനൊരു പാവപ്പെട്ട കൃഷിക്കാരൻ്റെ മാനാ. എൻ്റെ അച്ഛൻ അധ്വാനിച്ചിട്ടാണ് എന്നെ ഈ നിലയിലെത്തി. നാട്ടുകാരെ കളിപ്പിച്ചിട്ടില്ല ഞാൻ ഈ നിലയിൽ വന്നത്. ഞാൻ ഇന്ന് വരെ നാട്ടുകാരെ കളിപ്പിച്ചിട്ടുമില്ല. അച്ഛൻ്റെ പിതൃത്വത്തിൽ അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ മാതൃത്വത്തിൽ അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അച്ഛനെ ഞാൻ മരിക്കുന്നവരെ തള്ളിപ്പറയില്ല, മാതൃത്വത്തെ തള്ളിപ്പറയില്ല, എൻ്റെ സഹോദരിമാരെ ഞാൻ തള്ളിപ്പറയില്ല. ഇതൊക്കെ തള്ളിപ്പറഞ്ഞത് ആരാണെന്ന് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഒരു കാര്യം ഞാൻ വേണുവിൻ്റെ അടുത്ത് പറയുക, കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണിയുടെ കാലത്ത് ഈ ഇരിക്കുന്നവരൊക്കെ എൻ്റെ മിത്രങ്ങളായിരുന്നു. ഇവരൊക്കെ എൻ്റെ ശത്രുക്കളായി. ജേക്കബ് ജോർജ് എൻ്റെ ശത്രുവായി. എന്തിനു വേണ്ടി ശത്രുവായി? എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാ? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാ? എൻ്റെ കുടുംബത്തിന് വേണ്ടിയാ? ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് കോൺഗ്രസിനെയും അതിൻ്റെ നേതാക്കന്മാരെയും അതിൻ്റെ മുൻ മുഖ്യമന്ത്രിയുമായും പ്രൊട്ടക്ട് ചെയ്തപ്പോൾ ജേക്കബ് ജോർജിൻ്റെ വാർഗുകൾക്കെതിരെ
അതിശക്തമായി പ്രതികരിക്കേണ്ടി വന്നു. ഞങ്ങളുടെ വ്യക്തിബന്ധം തകർന്നു. ഞാനെന്തിനാ ജേക്കബ് ജോർജിനെ പിണക്കേണ്ട കാര്യം? ഞാനെന്തിനാ ഫക്രുദ്ദീനെ പിണക്കേണ്ട കാര്യം? അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ 5 വർഷം നടത്തിയ കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കണം. സോളാർ കേസ് വന്നു, ആർക്കൊക്കെ എതിരെ ആരോപണം? അതാണ് വേണം മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ ഭാര്യ, മകൻ കോടിയേരി ബാലകൃഷ്ണൻ പത്രസമ്മേളനത്തെ അപമാനിച്ചു ആ കുടുംബത്തെ. ഞാൻ കാസർഗോട്ട് കാഞ്ഞങ്ങാട്ട് പോയി മറിച്ച് പത്രസമ്മേളനം നടത്തി. തിരിച്ചു വരുമ്പോൾ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിട്ട് അന്ന് മുഖ്യമന്ത്രിക്കെതിരെ സെക്രട്ടേറിയറ്റ് ഉപരോധം നടക്കുകയാണ്. അവസാനത്തെ സമരം, ലക്ഷങ്ങൾ പങ്കെടുക്കുന്നു. ഞാൻ വന്നിറങ്ങിയത് ആ സമരക്കാരുടെ നടുവിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ. പിന്നെ എനിക്ക് ബോധമില്ല, ആശുപത്രിയില്ല. അടിച്ചെൻ്റെ എല്ലുകൾ ഓടിച്ചു. എഴുന്നേറ്റ് നടക്കാൻ വയ്യ, നിവൃത്തിയില്ല. ഞാൻ 1 മാസക്കാലം പന്തളത്തൊരു ആയുർവേദ ആശുപത്രി പോയി കിടന്നു. എൻ്റെ ഭാര്യ അധ്വാനിച്ചവരുടെ ശമ്പളത്തിൽ നിന്നാണ് ഹോസ്പിറ്റലിൽ ബില്ല് കൊടുത്തത്, പാർട്ടിയല്ല എന്ന്.